ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ്. വെറും 4 ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇളം ചൂടുള്ള പാല് 250 ml ആണ് എടുത്തത്. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ മധുരത്തിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് വേണ്ടത്. അതും ഒരു 1/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ 2 കപ്പ് 250-ലെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മുഴുവനായിട്ട് മൈദ ചേർക്കാതെ ഇങ്ങനെ അല്പം അല്പമായിട്ട് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുഴക്കുന്നതിൻ്റെ പ്രയാസം കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇനി അതിലേക്ക് ഞാൻ മെൽറ്റഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. അത് 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് മുന്നേ മുകളിലേക്ക് ഞാൻ അല്പം ഓയിലും കൂടി ചേർത്തിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഒരു 1.5-2 മണിക്കൂറോളം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചിതിങ്ങനെ പൊന്തിയിട്ട് വരും. അപ്പോൾ ഇതൊരു മെസ്സി ആയിട്ടാണ് ഉണ്ടാവുക. കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പിലാണ് നമുക്ക് മാവ് കിട്ടുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചിട്ട് നമുക്കിനി ബണ്ണിൻ്റെ രൂപത്തിൽ എടുക്കാം. അതിന് മുന്നേ കയ്യിൽ നന്നായിട്ട് എണ്ണയോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് വേണം ഇത് തൊടാൻ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ കുഴച്ചെടുക്കുന്ന സമയം ഇങ്ങനെ എണ്ണ തേച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ എടുക്കാം. ഞാൻ എയർ ഫ്രയറിലാണ് ബണ്ണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതില്ലാത്തവർക്ക് ഗ്യാസ് അടുപ്പിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ബേക്ക് ചെയ്യാം. പക്ഷേങ്കിൽ കുറച്ചുകൂടി സമയം അധികം എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ബണ്ണിൻ്റെ ഇതിങ്ങനെ കുഴച്ചിട്ട് ഈ ഒരു ഷേപ്പിലെടുക്കാം. ഇത് ഉള്ളിലോട്ടായിട്ടാണ് നമുക്ക് മാവ് കുഴക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുഴച്ചിട്ട് നമുക്കിത് എടുത്തു വെക്കാം. ഇത് ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ ടൈം കൊണ്ട് ഇത് നമുക്ക് കുറച്ചുകൂടി പൊന്തി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അതൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് സെസമ സീഡ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം 170 ഡിഗ്രിയിൽ 13 മിനിറ്റായിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും മാവ് ഇതിലേക്ക് വെക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ അകവും പുറവും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വേഗം തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഗോതമ്പ് പൊടിയിൽ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഗ്യാസ് അടുപ്പിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു 20-25 മിനിറ്റ് എടുത്തിട്ടായിരിക്കും ഇതിങ്ങനെ പൊന്തി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്